പത്തനംതിട്ടയിലെ 13 വയസ്സുകാരിയുടെ പരാതി അത് വലിയ വിഷയമാവുകയാണ്. കാരണം ആ പരാതിയിൽ ഏറെ പീഡനം അനുഭവിക്കേണ്ടി വന്നത് ഒരു 20 വയസ്സുകാരനാണ്. അതും ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു യുവാവ്, 20 വയസ്സുള്ള യുവാവ്. അവന്റെ കാര്യത്തിൽ ആർക്ക് എന്ത് തീരുമാനം പറയാൻ പറ്റും? അവനെതിരെ, അതായത് ഈ പരാതി പറഞ്ഞ പെൺകുട്ടി എന്തിനു വേണ്ടി പറഞ്ഞു എന്നുള്ളതിനേക്കാളും ഒരു ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവാവിനോട് അത് പറഞ്ഞിട്ട് പോലും പോലീസ് പെരുമാറിയ ഒരു രീതി, അതിന് നമുക്ക് എന്ത് പകരം വെക്കാൻ പറ്റും? പ്രജിതയുടെ ഓപ്പണിംഗ് റിമാർക്സ് എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ. പത്തനംതിട്ടയിലെ 13 വയസ്സായത് പ്രാസൊപ്പിച്ച് പറഞ്ഞാണ്. എന്തായാലും അത് ഭയങ്കര ക്രൂരമായി പോയി. ശരിക്കും പറഞ്ഞ അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ എന്നും പറഞ്ഞ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഉരുട്ടിക്കൊന്നിരുന്നു. അതിനുശേഷം കേരളം നടുങ്ങിയ ഒരു വാർത്ത തന്നെ ഇത് പറയണം. ഈ പയ്യൻ മരിച്ചില്ല, പക്ഷെ മൃതപ്രായനാക്കി എന്നുള്ളതാണ്. 20 വയസ്സിലൊരു ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് അച്ഛൻ ലോഡിംഗ് തൊഴിലാളിയാണ്, 2 ലക്ഷം രൂപ ഇനിയും കടം കിടക്കുന്നു. ആ അവസ്ഥയിലാണ് ഞാനല്ല എന്ന് അവൻ വാവിട്ട് നിലവിളിച്ചിട്ട് പോലും പോലീസ് കൊണ്ടുപോയിട്ട് നമ്മള് ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നിട്ട് കാലിന്റെ അടിയിൽ അടിക്കുക, ചെവി പിടിച്ച് മുകളിലേക്ക് ആക്കുക, എല്ലാത്തിന്റെയും ചിത്രങ്ങൾ സഹിതം വന്നിട്ടുണ്ട്. ആ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? നമ്മൾ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ 13 വയസ്സുള്ള പെൺകുട്ടി കുറച്ചു പേരുടെ പേര് അങ്ങോട്ടേക്ക് പറഞ്ഞു. അപ്പൊ പോലീസ്, ഞങ്ങളൊക്കെ സമരങ്ങൾക്ക്, രാഷ്ട്രീയക്കാർ സമരത്തിന് പോകുമ്പോൾ അറിയാവുന്ന 1-2 പേരുടെ പേര് എഴുതും, കണ്ടാൽ തിരിച്ചറിയാവുന്ന 50 പേര് കൂടി പ്രതികളെന്ന് പറയും. അങ്ങനെ ഒരു ഇതില് ഇവരെയൊക്കെ പിടിച്ചട. അപ്പൊ ഈ കുട്ടിയുടെ പേര് പറയുമ്പോ പയ്യനെ മനസ്സിലാവുന്നില്ല, എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. ഫോട്ടോ കാണിക്കുമ്പോൾ പറയുന്നു എന്റെ സഹപാഠിയുടെ അനിയത്തിയായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഞാൻ സംസാരിച്ചിട്ടില്ല, നേരി കണ്ടിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് പോലും പോലീസ് കൊണ്ടുപോയി അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും പിന്നെ അവന് മനസ്സറിവില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്യുമ്പോഴേക്കും അവൻ മൃതപ്രായനായി എന്നുള്ളതാണ് സത്യം. ആ കുടുംബം ഒരു ദിവസം രാത്രി കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ആ കുട്ടി ഈ പയ്യനെ പുറത്തേക്ക് വിടുന്നത്. ആ കുടുംബം അനുഭവിച്ച വേദന എന്ത് പരിഹാരം കൊടുക്കാൻ പറ്റും? പൈസ കൊണ്ട് കൊടുത്തു തീർക്കാൻ പറ്റും? രൂപ കൊണ്ട് കൊടുത്തു തീർക്കാൻ പറ്റും? ആ പയ്യൻ മരിച്ചുപോയി എന്ന് പോലും അവൻ വിചാരിച്ചിട്ടുണ്ട്. 20 വയസ്സേ ആയിട്ടുള്ളൂ. ആ അമ്മയുടെ കണ്ണുനീര് പടം വന്നിട്ടുണ്ട്, പേപ്പറിൽ നിന്ന് അമ്മയുടെ പടമാണ് വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ ഉള്ളൂ. ഈ പോക്സോ കേസ് എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, കുറെയൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അച്ഛനമ്മമാര് അവർക്കെതിരെ ആരെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പ്രയോഗിക്കാനും കൂടെ ഉള്ള ഒരു ദിവ്യാസ്ത്രമായിട്ട് അച്ഛനമ്മമാരും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. വെറുതെ ഞാൻ പേപ്പറിൽ നിന്ന് തന്നെ വായിക്കാം നമ്മളുടെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായിട്ട്. ലൈംഗിക പീഡന പരാതി നടപടിക്രമം ഇങ്ങനെയെന്ന് പറയുന്നുണ്ട്. പരാതി ലഭിച്ചാൽ പോലീസിന്റെ നടപടിക്രമം ഇങ്ങനെ: മറ്റു പരാതികളിലേതുപോലെ ഉടൻ FIR രജിസ്റ്റർ ചെയ്യും. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ പേരും വിവരങ്ങളും രേഖപ്പെടുത്തും. പരാതിക്കാരെ ഉടൻ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയയാക്കും. ശേഷം ഏറ്റവും അടുത്തുള്ള ജില്ലാ ആശുപത്രിയിലായിരിക്കും പരിശോധന. പരാതിക്കാരിൽ രേഖാമൂലമുള്ള അനുമതി പരിശോധനയ്ക്ക് നിർബന്ധമാണ്. അപ്പൊ രേഖാമൂലം അനുമതി കൊടുത്തില്ലെങ്കിലോ? അപ്പൊ പരാതിക്കാരെ പ്രൊട്ടക്ട് ചെയ്യണോ? അത് ഫാൾസ് പരാതിയാണോ അല്ലയോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റാത്ത സാഹചര്യം. ഈ പരാതിയുമായിട്ട് വരുന്നവർ തീർച്ചയായും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയയാകാമെന്ന് എഴുതി തരുന്നതും കൂടെ ചേർത്ത് വെച്ചൂടെ? ഞാനൊരു സ്ത്രീ തന്നെയാണ്, സ്ത്രീപക്ഷവാദി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളിലും ഞാൻ അസ്വസ്ഥയാണ്. ആ പുരുഷന്മാരെ വല്ലാണ്ട് സ്ത്രീകൾ ഹരാസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ റിട്ടേൺ ആയിട്ട് കൊടുത്താൽ മാത്രം അവർക്ക് പരിശോധനയ്ക്ക് വിധേയയായാൽ മതി. എന്തുകൊണ്ട്? ഇഫ് ഷീ ഈസ് ഷുവർ ദാറ്റ് ഷീ ഈസ് ബീൻ ഹരാസ്ഡ്, അങ്ങനെയാണെങ്കിൽ അവർ തയ്യാറാവണം, അല്ലേ? ഇതിപ്പോ ഈ പെൺകുട്ടി കൗൺസിലിങ്ങിനിടെയാണ് ഇക്കാര്യം പറയുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം സ്വാഭാവികമായും ചൈൽഡ് ലൈൻ പ്രവർത്തകരാകുമ്പോൾ അവർക്കത് പോലീസിനെ അറിയിക്കേണ്ടതാണല്ലോ. പോലീസിനെ അറിയിക്കുമ്പോൾ പോലീസ് പോയി ഈ കുട്ടിയുടെ, അതായത് ഈ 20 വയസ്സുകാരന്റെ വീട്ടിൽ നിന്ന് ചേട്ടനെയാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അപ്പോ പോലീസ് ജീപ്പിൽ ഇരുന്ന് ചോദിക്കുകയാണ്, നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 28 വയസ്സുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ അവര് സ്റ്റോപ്പ് ചെയ്യാണ്. വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് ശരിയാവുന്നില്ല, കാരണം പ്രായം കുറവാണ്. ഈ ചേട്ടനും അനിയനും തമ്മിൽ വല്ലാത്തൊരു സാമ്യമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അനിയനുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ഇവര് ജീപ്പ് തിരിച്ച് വീട്ടിലേക്ക് വിട്ട് ഈ 20 വയസ്സുകാരനെ കൊണ്ടുപോയി. അപ്പോൾ മുതൽ ആ വീട്ടുകാർ പറയുന്നുണ്ട്, അവനെ കൊണ്ടുപോകരുത്, അവന് ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞതാണ്, അവൻ അതിനൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു.
ഇതിന് ശേഷം ഈ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞത് കൂടി കേൾക്കുമ്പോഴാണ് ഈ പെൺകുട്ടിയെ സ്വാഭാവികമായി മാം ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അത് ഓർത്തത്. മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമല്ലോ, വിധേയമാക്കിയപ്പോൾ അങ്ങനെ ഒരു കാര്യമേ സംഭവിച്ചിട്ടില്ല. അപ്പോഴാണ് ഇത് മൊഴികളിലെ പൊരുത്തക്കേടും ഇതും കൂടി ചേർത്ത് വെച്ച് പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ ഇത് വ്യാജമാണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. പക്ഷെ ആ കുടുംബം അനുഭവിച്ച വേദന, മാനക്കേട്, ആ പയ്യന്റെ ഇനി ആരോഗ്യം, ഇതെല്ലാം എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. പോക്സോ കേസ് ഉൾപ്പെടെയുള്ള ഗൗരവമേറിയ കേസുകൾ പ്രതികളെ എത്രയും വേഗം കസ്റ്റഡിയിൽ എടുക്കണം. അത് പോലീസ് ചെയ്ത് എത്രയും വേഗം കസ്റ്റഡിയിൽ എടുത്തു കേട്ടോ. കസ്റ്റഡിയിൽ എടുക്കും. പരാതി വ്യാജമെന്ന് തെളിഞ്ഞാൽ, അതാണ് ഇപ്പൊ പ്രജിത പറഞ്ഞതിൽ നമുക്ക് ഒരു കാര്യം വേറെ പറയാനുണ്ട്. ഇത് വായിച്ചു തീരട്ടെ. പരാതി വ്യാജമെന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയക്കുകയോ, വലിയ കാര്യം കേട്ടോ, അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയക്കുന്നാണ് പറയുന്നത് കേട്ടോ. പരാതിയിൽ പറയുന്ന സംഭവം നടന്നിട്ടില്ലെന്നും കേസ് അവസാനിപ്പിക്കാമെന്നും കാട്ടി റഫർ ചാർജ് എന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. പറ്റില്ല, ഞങ്ങളത് സമ്മതിക്കില്ല. ആ വ്യാജമായ പരാതി കൊടുത്ത ആൾക്കാർക്കെതിരെ എന്താണ് ഇവരെടുക്കാൻ പോകുന്നത്? ആർക്കും എന്തും ചെയ്ത ഒരു കുടുംബത്തിനെ തകർത്തതിന് ശേഷം ഇനി പരാതിയില്ല, ഞങ്ങൾ റഫർ ചാർജ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിയുമോ? ആ കുടുംബവും അല്ലെങ്കിൽ ആ വ്യക്തി, ആ ആൺകുട്ടി, അല്ലെങ്കിൽ ഒരു കുടുംബമായി താമസിക്കുന്ന ഒരു ഗൃഹനാഥൻ, അവരുടെ എത്രയോ പേര് ഭാര്യമാര് സൂയിസൈഡിന്റെ വക്കിലെത്തുന്നു, ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആയിരിക്കും ഇതൊന്നും ഇല്ലാന്ന് അറിയുന്നത്. പക്ഷെ ഇങ്ങനെ കേസ് കൊടുക്കുന്ന കുടുംബത്തിനും അല്ലെങ്കിൽ ആ വ്യക്തിക്കുമെതിരെ തീർച്ചയായിട്ടും നടപടികൾ ഉണ്ടാവണം, അല്ലെ? അത് ചൈൽഡ് ലൈനിന്റെയും ദേശീയ വനിതാ കമ്മീഷന്റെ ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറയുകയാണ്. കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അവരുടെ പ്രായത്തേക്കാൾ കൂടുതൽ മാനസിക വളർച്ചയുണ്ടോ എന്ന് തോന്നുന്നു. അവർ കാണുന്ന ചാനലുകളും ഏത് സമയം ഈ മൊബൈലിലല്ലേ. ആ കോവിഡ് കൊണ്ടുണ്ടായ ഏറ്റവും ദുഷിച്ച ഒരു വശം എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഫോണിലാണ്, അഡിക്റ്റഡ് ആണ്. അവരെന്ത് കാണുന്നു എന്ന് പേരൻസിന് അറിയില്ല. പേരൻസ് പോയി നോക്കുകയാണെങ്കിൽ ദേ ഗെറ്റ് ഇറിറ്റേറ്റഡ്, ദേ ഗെറ്റ് ആംഗ്രി, ദേ ഗെറ്റ് വയലന്റ്, അല്ലെ? പല ഫ്രണ്ട്സും പറയാറുണ്ട്, അതൊന്ന് അടുത്തേക്ക് ചെന്നാൽ ഗോയവേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളാണ്. അവര് പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ആ പ്രായത്തിൽ മനസ്സിലാക്കാണ്ടാത്ത പല കാര്യങ്ങളും പെൺകുട്ടികൾ മനസ്സിലാക്കുന്നു. അതുപോലെ അവർ ഇമാജിനറി വേൾഡിലുണ്ട്. അവരിങ്ങനെ നടന്നിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ അവരൊരു റിലേഷൻഷിപ്പില്, എനിക്കിതൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഒരു ബെഡ്റൂം സീൻസ് ഒക്കെ അവർ സങ്കല്പിക്കാം സ്വയമായിട്ട്. അപ്പൊ കാണുന്ന ആൾക്കാരൊരു നല്ലൊരാളെ കാണുമ്പോ ഇവനുമായിട്ട് പറയുന്ന, അങ്ങനെയൊക്കെ അവർക്ക് സങ്കല്പിച്ചുകൂടെ? ഇതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു ഫാന്റസി വേൾഡിലേക്ക് അവർക്കും പോയിക്കൂടെ? അത് കഴിഞ്ഞ് ചുമ്മാ ഇതിപ്പോ 6 പേരെയാണ് ഈ കുട്ടി ഇംപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 6 പേരെയാണ് ഇംപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം മാത്രമേ നമ്മൾ പുറത്തേക്ക് കേട്ടിട്ടുള്ളൂ, ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. ആ 6 കുടുംബം, അവരുടെ ഫ്രണ്ട്സ്, അവരുടെ റിലേറ്റീവ്സ്, അവർ 5 പേര്, ഈ പയ്യൻ കൂടാതെ 5 പേര് സഹിച്ച മനോവിഷമം. ഒന്നും ചെയ്തിട്ടില്ല, പെട്ടെന്ന് നിന്നിപ്പോ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോവാണ്. എന്നിട്ടാണ് പറഞ്ഞ പോക്സോ കേസാണെന്ന്. ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയാണെങ്കിൽ ഇത്രയും ടെൻഷന്റെ ആവശ്യമില്ല. ഉഭയസമ്മത പ്രകാരം അങ്ങനെ പലതും ഉണ്ടല്ലോ. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പണ്ടൊക്കെ നമ്മള് സിനിമയിൽ കണ്ടിട്ടുണ്ട്, പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചോടുന്നു. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല, റെയ്ഡ് ചെയ്യാനും പറ്റില്ല. അൺലെസ് ദർ ഈസ് വയലൻസോ അല്ലെങ്കിൽ ഭയങ്കര ബഹളോ അങ്ങനെ ഇല്ലെങ്കിൽ റോഡിന് നടുക്ക് പോലും ഇന്ന് പലതും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് കാണുന്നത്. അപ്പോ എന്താണ് ഈ പയ്യന്റെ കുടുംബം, പയ്യൻ ഈ 20 വയസ്സുകാരനും ചേർന്നുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ്. സത്യത്തിൽ ആ പരാതി കൊടുക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും ആ കുടുംബത്തോടൊപ്പമാണ് നമ്മൾ എല്ലാവരും എന്ന് മാത്രമല്ല, വളരെ വിനയത്തോടുകൂടി ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു, ഇങ്ങനെയുള്ള കേസുകൾക്ക് അൺലെസ് പ്രൂവ്ഡ് ഗിൽറ്റി പബ്ലിസിറ്റി കൊടുക്കല്ലേ, അല്ലെ? അത് ഞാൻ ജേർണലിസ്റ്റുകളോടും അഭ്യർത്ഥിക്കുകയാണ്, നമ്മൾ അതൊരു സാവകാശം കൊടുക്കൂ. ഈ പയ്യന്റെ കുടുംബം ചാനലിൽ കൂടെ ആയിരിക്കും കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക, ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക, ഈ പയ്യനെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലെറ്റസ് ബി ലിറ്റിൽ മോർ കൺസിഡറേറ്റ്. പ്രത്യേകിച്ചും ഇതൊരു വ്യാജ കേസാണ്. ഇതുപോലെ എനിക്ക് പല കേസുകൾ അറിയാം പ്രജിത, പല വ്യാജ പരാതികളെ കുറിച്ചും അറിയാം. അത് ആ പയ്യന്റെ, ആ മാന്യ വ്യക്തിയുടെ കുടുംബം അനുഭവിച്ച കാര്യങ്ങൾ അറിയാം. കേസ് പിൻവലിക്കാണ്ട് ഇവര് ഹാജരാവുന്നില്ല. ഈ
പരാതി കൊടുത്തിരിക്കുന്ന കുടുംബം ഹാജരാകുന്നില്ല. ഹാജരാവില്ല. അപ്പൊ അത് മുന്നോട്ട് തള്ളിക്കളയാനും പറ്റുന്നില്ല, ക്ലോസ് ചെയ്യാനും പറ്റുന്നില്ല, ഇദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നും അറിയുന്നില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ് ഇവരെ അനാവശ്യമായിട്ട് യാതൊരു വിധത്തിലുള്ള ശല്യങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും തള്ളിവിടരുത്. നിങ്ങളുടെ ഒരു സഹോദരനാണ് ഇങ്ങനെ ഒരു ഗതി ഉണ്ടായിട്ടെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ അനുഭവിക്കാൻ പോകുന്ന വിഷമങ്ങളെ കുറിച്ച് ആലോചിക്കൂ. പോക്സോ എന്നുള്ള കേസ് റീഡിഫൈൻ ചെയ്യണം. അതിലൊരു നിയമ നിയമജ്ഞരെ വച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ വായിച്ച കാര്യങ്ങളിൽ അവരുടെ ചാർജ് ഷീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഈ കുട്ടി അനുഭവിച്ച മരണവേദന തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഹാർട്ട് സർജറി ചെയ്ത കുട്ടിയാ, ഹാർട്ട് സർജറി അല്ലാത്ത കുട്ടി ആയിക്കോട്ടെ, അവൻ അനുഭവിച്ച മരണവേദന, അവന്റെ അച്ഛനും അമ്മയും ഇവൻ എന്ത് ചെയ്തു, എന്ത് പറ്റി, എവിടെയാണെന്ന് അറിയാണ്ട് അവര് അനുഭവിച്ച വ്യഥ, അതിനൊക്കെ പരാതിയാവും. അറസ്റ്റ് രേഖപ്പെടുത്തിയില്ലെങ്കിൽ ആ ഒരു ഇത് അതെ മറ്റേ കുടുംബത്തിന് ഒന്ന് കൊടുക്കണ്ടേ? അതെ. ഇനി ഇതിങ്ങനത്തെ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി ഉണ്ടാവണം. മാറ്റി എഴുതണം. തീർച്ചയായിട്ടും നിയമം മാറ്റി എഴുതണം. പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സുരക്ഷ ആൺകുട്ടികൾക്കും കൊടുക്കണം. രണ്ടുപേരെയും ഒരമ്മ നൊന്ത് പെറ്റത് തന്നെയാണ്. പ്രജിത, ഒരു പെൺകുട്ടി, 13 വയസ്സായ പെൺകുട്ടി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുക അമ്മയോട് പറയുന്നതാണ്, അല്ലെ? അമ്മയോട് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ആ കുട്ടിയുടെ വീട്ടിലെന്ന് നമ്മൾ ചിന്തിക്കണം. അമ്മയ്ക്ക് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ചോദിക്കാം, മോളെ എന്താണ് അവര് ചെയ്തത്, ഞാൻ അമ്മയൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു FIR പോലെ ആദ്യത്തെ ഒരു വെരിഫിക്കേഷൻ അമ്മയ്ക്ക് നടത്തിക്കൂടെ? അതായത് കുടുംബ ബന്ധങ്ങൾ കുറച്ച് അകൽച്ച വന്നിരിക്കുന്നു, ശിഥിലമായി കൊണ്ടിരിക്കുന്നു എന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെയാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നുണ്ട്, അല്ലേ? അതെ.